പിന്നീട് ഇതിൽ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാറ്ററി ലൈഫ് ആണെങ്കിലും ജസ്റ്റ് ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഈ ഒരു iQOO Neo 9 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ക്വിക്കായിട്ടുള്ള ഒരു അൺബോക്സിംഗ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ പുതുതായിട്ട് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് iQOO Neo 9 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ബോക്സ് വരുന്നത്. നല്ല അടിപൊളി ബോക്സിനകത്താണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെയായിട്ട് നിങ്ങൾക്ക് Neo 9 എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ഇരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ. അപ്പോൾ അതിലോട്ട് വരാം. ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് TPU കേസാണ് വരുന്നത്. 120 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട് കേട്ടോ. ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജിങ് കേബിളും സിം ഇജക്റ്റിംഗ് ടൂളാണ് ബോക്സിനകത്ത് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ iQOO Neo 9 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഇതിൻ്റെ ഈ ഒരു ലുക്ക് ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയാണ് ഈ ഒരു ഫോൺ കാണാനായിട്ട്. യൂട്യൂബ് വീഡിയോസിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, നേരിട്ട് കാണാനാണെങ്കിൽ ഒരു പ്രീമിയം ഫീൽ തന്നെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു റെഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ അടിപൊളിയാണ് കാണാനായിട്ട്. പിന്നെ ഫെയറി റെഡ് എന്നാണ് ഈ ഒരു കളർ വേരിയൻറ്റിൻ്റെ പേര് വരുന്നത്. പിന്നെ ഇത് കൂടാതെ ഒരു ബ്ലാക്ക് നിറത്തിലും കൂടെ ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. കോൺഗറർ ബ്ലാക്ക് എന്നാണ് ഈ ഒരു കളർ വേരിയൻറ്റിൻ്റെ പേര് വരുന്നത്. എന്നാൽ ഈ ഒരു ബ്ലാക്ക് വേരിയൻറ്റിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഗ്ലാസ് ആണ് കേട്ടോ. എന്നാൽ ഈ ഒരു ഫെയറി റെഡ് എന്ന് പറയുന്ന കളർ വേരിയൻറ്റിൻ്റെ സൈഡ് വരുന്നത് ലെതറാണ്. പിന്നെ സൈഡ് പാനൽ വരുന്നത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. പിന്നെ ഈ ഒരു റെഡ് നിറത്തിനെയും വൈറ്റ് നിറത്തിനെയും വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു സ്റ്റിച്ചിങ് ലൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലുക്കും ബിൽഡ് ക്വാളിറ്റിയും നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനുള്ളത്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു 6.78 ഇഞ്ചിൻ്റെ LTPO AMOLED ഡിസ്പ്ലേ ആണ് കേട്ടോ. ഏകദേശം 3000 നിറ്റ്സാണ് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഔട്ട്ഡോർ യൂസേജിലൊന്നും വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ. പിന്നെ മൂവീസൊക്കെ വാച്ച് ചെയ്യാനാണെങ്കിലും അടിപൊളി വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഡിസ്പ്ലേയിൽ നിന്ന് ലഭിക്കുന്നത്. കുറച്ച് സാമ്പിൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇൻ ഫിംഗർ പ്രിൻറ്റ് സംവിധാനം നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വോളിയം ബട്ടണും ലോക്ക് ബട്ടണും ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു സ്പീക്കറും നോയ്സ് ക്യാൻസലേഷൻ മൈക്കും ടൈപ്പ് സി പോർട്ടും ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സിം ട്രേയും താഴ്ഭാഗത്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മുകളിലായിട്ട് ഒരു IR ബ്ലാസ്റ്ററും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ റിമോട്ടിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഓഡിയോ ഔട്ട്പുട്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും. നമുക്കൊരു ഓഡിയോ സാമ്പിൾ ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല ലൗഡായിട്ടുള്ള ഒരു വോയിസ് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് ലഭിക്കുന്നത്. പിന്നെ ഇതിൽ 2 ക്യാമറയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ മെയിൻ ക്യാമറയായിട്ട് സോണി IMX 920 എന്ന് പറയുന്ന സെൻസറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഒരു 8 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും കൂടെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട് ക്യാമറയായിട്ട് ഒരു 16 MB സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ. ഇതായിട്ട് ഇതിൻ്റെ പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പായിട്ടുള്ള Q1 ചിപ്പും ഈ ഒരു സ്മാർട്ട് ഫോണിൽ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് ലഭിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ് വരുന്നത് LPDDR5X RAM എന്ന ലേറ്റസ്റ്റ് റാമാണ് ഇതിൽ വരുന്നത്. UFS 4.0 ആണ് വരുന്നത്. എന്നാൽ 128 GB വേരിയൻറ്റിൽ നമുക്ക് UFS 3.1 ആണ് ലഭിക്കുന്നത്. പിന്നെ ഇതിലൊരു 5160 mAh ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന് ചാർജ് ചെയ്യാനായിട്ട് ഒരു 120 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് സംവിധാനവും ഇതിൽ നൽകിയിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 14 ഫണ്ടച്ച് OS 14 ബേസ്ഡ് ആണ് വരുന്നത്. പിന്നെ 3 years ആൻഡ്രോയിഡ് അപ്ഡേഷൻ, 4 years സെക്യൂരിറ്റി അപ്ഡേഷനും കമ്പനി നൽകുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ iQOO Neo 9 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിംഗ് എന്ന് പറയാൻ. ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ. വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്യാം. പിന്നെ ക്യാമറ, പെർഫോമൻസ്, ബാറ്ററി എന്നിവയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്തോളൂ. നമ്മൾ വേണമെങ്കിൽ ഒരു വീഡിയോ തന്നെ ചെയ്യാം. അപ്പോൾ തുടർന്നുള്ള വീഡിയോസ് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതിലെല്ലാവർക്കും ബൈ.